ഓപ്പറേറ്റർ ചേച്ചിക്ക് ചെയ്തോ? കൊച്ചുണ്ടാപ്പി വരും. ભજનનો સમય થઈ ગયો છે. ഇനി അവനെ അന്വേഷിച്ച് ആരും വന്നില്ലെങ്കിൽ ഒരു അനാഥനായിട്ടല്ല, എന്റെ മകനായിട്ട് ഞാൻ മടക്കിപ്പോണം. क्या क्या है? अगर इस बच्चे को कोई ढूंढ के नहीं आएगा तो ये इस बच्चे को गोद लेगा सर. ये है इनका एड्रेस. अच्छी बात है. ओके, आई विल कंसिडर इट. ओके ओके. थैंक यू सर. ओके. आ जाते हैं दिमाग खाने एक एक. कुछ काम धंधा नहीं. മനോടാ പോവാ. അളിയ തിയേറ്ററായിരുന്നടാ, അതാ കട്ട് ചെയ്തേ. ആ കാഴ്ച കുഴപ്പമില്ല. അളിയ മറന്നു കേടാ. ആ ഇന്നെന്തായാലും അന്വേഷിച്ചു പറയാം. ആ മനുണ്ട് കൂടെ. ആ ശരി എന്നാ. ആ ഞാൻ വിളിച്ചു പറയാടാ. ഓക്കേടാ. ഓക്കെ ഓക്കെ. സിനിമ എങ്ങനെയുണ്ട് ഷിബു? സിനിമ കുഴപ്പമില്ല, പക്ഷെ ഒരു അവാർഡ് സെറ്റപ്പ്. അവസാനം ഒരു സാഡ് എൻഡിങ്. സാഡ് എൻഡിങ് അല്ലല്ലോ. അയാൾക്ക് എന്തെങ്കിലും ആ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്ന ഹോപ്പിലല്ലേ പടം അവസാനിക്കുന്നത്? ഏയ് ഹോപ്പൊന്നുമില്ല. അതെന്താ? അത് പിന്നെ കുട്ടി ആരും അന്വേഷിച്ച് വന്നില്ലെങ്കിൽ തന്നെ അറിയിക്കാൻ പറഞ്ഞ് മമ്മൂട്ടി അഡ്രസ്സ് ചെയ്ത് ഉദ്യോഗസ്ഥന് കൊടുക്കും. മമ്മൂട്ടി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തന്നെ അയാൾ ആ കള്ളാസ് കിട്ടിയ വൈസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എറിയും. അവസാനം മമ്മൂട്ടി ഒറ്റയ്ക്ക് നടന്നു നീങ്ങുമ്പോൾ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മനസ്സുമായി മാധവൻ കൂടുതൽ നന്മകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് എഴുതി കാണിക്കുന്നു. ഒരു അവാർഡ് സെറ്റപ്പ്. എനിക്കെല്ലാ സിനിമയും ഒരുപോലെയാടാ ഷിബു. എനിക്ക് സിനിമ ഇഷ്ടമായി. നല്ല പേര്, കാഴ്ച ഉണ്ടായിട്ടും കണ്ടിൽ നിന്ന് ജീവിക്കുന്നവരുടെ ലോകത്ത് മാധവനെ പോലുള്ള ഒറ്റപ്പെട്ടു നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാ. അഭിനയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജീവിതം മൊത്തം ഇരുട്ടല്ലേടാ. ബോറടിച്ചോ? നിങ്ങൾക്ക് ബോറടിച്ച് കാണുമെന്ന് എനിക്കറിയാം. എന്താ ചെയ്യുക? ഞാൻ കാണുന്ന ലോകം ഇങ്ങനെയാ. മുഖങ്ങളില്ല, നിറങ്ങളില്ല, മഴയില്ല, പൂവില്ല. ആകെയുള്ളത് ശബ്ദവും പിന്നെ ഈ ഇരുട്ടും. നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ. എനിക്ക് നിങ്ങളെ കാണാൻ ഒന്ന് ചോദിച്ചോട്ടെ? ഞാനെങ്ങനെയാ കാണാൻ?